ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 330 ഉയർന്നു. 140 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1000-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 200-ലേറെ പേർ ചൈനയുടെ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള 33 പേരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം നേപ്പാളിൽ വീണ്ടും മഞ്ഞുമല ഇടിയാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. നേപ്പാൾ പ്രളയത്തിൽ 288 ഇന്ത്യക്കാരെക്കുറിച്ച് വിവരം ഇല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇതിൽ തൃശൂരിൽ 1 പവർ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്ന 73 ഇന്ത്യൻ പൗരന്മാരും ഉൾപ്പെടുന്നു. 33 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. 85 പേർ തമിഴ്നാട് സ്വദേശികളാണ്. 48 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. നേപ്പാളിൽ 53 മലയാളികൾ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതായി നോർക്ക. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ അറിയിച്ചു. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും സിഇഒ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട്. ഡോക്ടർമാരുടെ പുനർവിന്യാസത്തിന് അന്തിമ രൂപരേഖയായി KGMOയുടെ എതിർപ്പ് തള്ളിയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിയിലും ഉദ്യോഗസ്ഥ പീഡനത്തിലും മനംനൊന്ത് മലപ്പുറം കീഴ്ശ്ശേരിയിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. കീഴ്ശ്ശേരി സ്വദേശി ഷൌക്കത്ത് അലിയാണ് ജീവനൊടുക്കിയത്. 10 മാസമായി MVD ഉദ്യോഗസ്ഥർ തന്റെ ജീവനമാർഗമായ ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന വൈകാരികമായ സോഷ്യൽ മീഡിയ കുറിപ്പ് പങ്കുവച്ച ശേഷമായിരുന്നു ആത്മഹത്യ. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശി മരിച്ചു. ബോളിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചപ്പനാണ് മരിച്ചത്. മകളുടെ തോട്ടത്തിൽ രാവിലെ എത്തിയതായിരുന്നു ഒച്ചപ്പൻ. കനത്ത മഞ്ഞുണ്ടായിരുന്നതിനാൽ ആന നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. കാട്ടാന തോട്ടത്തിലുണ്ടെന്ന വനംവകുപ്പിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഒച്ചപ്പൻ കൃഷിഭൂമിയിലേക്ക് പോയത്. മരിച്ചയാളുടെ കുടുംബത്തിന് വനംവകുപ്പ് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറാനും തീരുമാനമായി. ഇടുക്കി മൂന്നാർ ടൗണിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മൗണ്ട് കാർമൽ സെന്റ് മൈക്കിൾസ് ദേവാലയങ്ങൾക്ക് സമീപമാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയത്. വാഴയടക്കമുള്ള കൃഷികൾ നശിപ്പിച്ച കാട്ടാനയെ RRT സംഘമെത്തി വനമേഖലയിലേക്ക് തുരത്തി. വിരിഞ്ഞ കൊമ്പൻ എന്നറിയപ്പെടുന്ന കാട്ടാനയാണ് എത്തിയതെന്ന് വനംവകുപ്പ് അറിയിച്ചു. കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനൊരുങ്ങി KSEB. സെപ്റ്റംബർ മുതൽ അടുത്ത വർഷം മെയ് വരെയുള്ള ഹ്രസ്വകാല കരാറിന് നീക്കം. വിവിധ കമ്പനികളുമായി കരാറിലേർപ്പെടാൻ KSEB റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടി. യൂണിറ്റിന് 12.5 രൂപ വരെയാണ് വൈദ്യുതി കമ്പനികൾ ആവശ്യപ്പെടുന്നത്. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മദ്യവിൽപ്പനയിൽ വൻ വർധനവ്. ഉത്രാടം വരെയുള്ള 8 ദിവസത്തിനിടെ 771.29 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോയും കൺസ്യൂമർ ഫെഡും വഴി വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 76.33 കോടി രൂപയുടെ അധിക മദ്യവിൽപ്പനയാണ് ഇത്തവണ നടന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 694.96 കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. താമരശ്ശേരി അമ്പായത്തോടിലെ വിവാദ കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാൻ ധാരണയായി. കമ്പനി ഉടമകളിൽ നിന്ന് രേഖാമൂലം ഉറപ്പ് ലഭിച്ചതോടെയാണ് തീരുമാനം. മാർച്ച് 31-നകം ഫ്രഷ് കട്ട് പ്രവർത്തനം അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കും. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം കാക്കൂരിൽ ബസ് മറിഞ്ഞ അപകടം. വിവാഹ സംഘവുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന 30ഓളം പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ പരിക്ക് ഗുരുതരമാണ്. സ്കൂട്ടർ യാത്രികയെ രക്ഷിക്കാൻ ഡ്രൈവർ ബസ് പെട്ടെന്ന് വെട്ടിച്ചതാണ് അപകടത്തിന് കാരണമായത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.